നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് റിഡക്ഷൻ സെയിൽ കാണാം. ഓണത്തിന് ശേഷമുള്ള ക്ലിയറൻസ് സെയിലാണ് സാരീസ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു, ഓണക്കോടികളെല്ലാം വാങ്ങിച്ചു, ആവശ്യത്തിന് ഓണക്കോടികളൊക്കെ കിട്ടി, ഡ്രസ്സൊക്കെ കിട്ടി എന്നൊക്കെ ആയിരിക്കും. അപ്പോഴാണ് ഓണത്തിൻ്റെ റിഡക്ഷൻ സെയിൽ നോക്കിക്കൊണ്ട് വരുന്നതെന്ന് വിചാരിക്കേണ്ട. നമുക്കിനി ജീവിതം അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കില്ലേ, ശുഭാപ്തി വിശ്വാസത്തോടെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ജീവിതത്തിൽ ഇനി ഒരോണം കഴിഞ്ഞെന്ന് പറഞ്ഞ എല്ലാം ആയില്ല. അപ്പോൾ സാരികൾ ഇനിയും വേണം. അപ്പോൾ ലാഭത്തിന് കിട്ടുമ്പോൾ വാങ്ങിച്ചോളൂ. ഞാൻ പറയുന്നതേ ഉള്ളൂ, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ സാരി കാണാം. കൂടുതൽ വാചകം അടിക്കുക, സാരി കാണാം കേട്ടോ. ഒത്തിരി വാചകം കുറച്ച് അടിച്ചിട്ടേ കഴുത്തെല്ലാം കട്ട് കഴിച്ചിരിക്കുക. തിങ്കളാഴ്ച ദിവസം അല്ലേ, രാവിലെ മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ വീട്ടുകാരോട് പറയുന്ന പോലെ കഥ പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഒന്ന് ഓർക്കുക, ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയുന്നത്. ആദ്യമായിട്ടൊക്കെ TV ചാനലൊക്കെ കാണുന്ന ആൾക്കാർ വിചാരിക്കുക ഞാൻ അങ്ങോട്ട് വർത്താനം പറയുന്ന കേൾക്കുന്ന ഒത്തിരി പേരുണ്ടെന്നേ. എന്നോട് അവിടെ ഇരുന്ന് മറുപടി പറയുന്നവർ ഒത്തിരി പേരുണ്ട്. അവർക്ക് കേൾക്കാൻ വേണ്ടി പറയുന്ന കേട്ടോ. ഇത് ആദ്യത്തെ സാരി. ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ ആദ്യം പറയാം കേട്ടോ. റേറ്റ് ഇല്ലെങ്കിൽ ഇത് കേട്ടോ, പൊട്ടിക്കുന്ന ഇപ്പോഴാണ്. അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ഒത്തിരി സ്റ്റോക്ക് വന്നു കഴിയുമ്പോഴേ, ഒത്തിരി എണ്ണം ഓൺലൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി സ്റ്റോക്കായിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. പലതുമേ വിലയില്ല. ഇതിൻ്റെ ശരിക്കുള്ള വില എന്ന് പറയുന്നത് 790 രൂപയാണ്. ഇപ്പോഴത്തെ വില 490 രൂപ. ഇതൊരു സൈസ് ഒരു സെമി സിൽക്കി ആയിട്ടുള്ളൊരു സ്റ്റഫാണ്. പ്ലെയിനേൽ ഇങ്ങനെ വന്നിട്ട് എന്താ ഇങ്ങനെ 6 ആഗ് ബോർഡർ, ഒരു മസ്റ്റാർഡ് യെല്ലോ അല്ല, ഒരു അതിൻ്റെയൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ്, ഒരു ബ്ലാക്ക് ലൈൻസും കൂടെ പോകുന്നുണ്ട്. മുന്താണി വന്നിട്ട് ഇങ്ങനെ ഒരു ബാട്ടിക്ക് പ്രിന്റ് വരുന്ന മുന്താണി. ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ ഒരു പോൾക്കാ ഡോട്ട്സ് അല്ല, ഏകദേശം അതുപോലെ വരുന്ന ഡോട്ട്സ് വരുന്ന മുന്താണി. ഒറ്റ പീസ് വെച്ചേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഈ ഡിസ്കൗണ്ട് സെയിൽ വരുന്നത്. ഇത് അല്ലാത്ത ദിവസങ്ങളിലെ പോലെ ഒറ്റ പീസ് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. ഇതിൻ്റെ വില 790 രൂപ. ഇപ്പോഴത്തെ വില 430 രൂപ. ഇത് കണ്ടോ, ഇത് പൊട്ടിക്കുന്ന ഞാനാണ്. അതായത് പുത്തൻ സാരിയാന്നർത്ഥം. ഒത്തിരി ഒന്നും നാളാകാത്ത സാരിയാണ്. നമ്മൾ ഇത് ചിലപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ തന്നെ കണ്ടു കാണും. റീസ്റ്റോക്ക് ഒക്കെ വന്നേ ഒത്തിരി ഒന്നും ആകുന്ന. അടുത്തത് ഒരു മറ്റേ ഹാൻഡ്ലൂമിൻ്റെ ഒരു സൈസ് പ്രിൻ്റാണ്. പക്ഷെ ഒരിക്കലും കോട്ടൺ അല്ല, ഒരു ഹാൻഡ്ലൂം ചന്തേരി മിക്സ് ആയിട്ടുള്ള ഒരു സൈസ് സ്റ്റഫാണ് ഇത് വരും. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് പ്ലെയിന്, ബോട്ടിൽ ഗ്രീൻ ആണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കളറ്. എടുക്കുന്നുണ്ടോ? ഈ സാരി മുമ്പത്തെ സാരിയുടെ വേറെ ആണോ, ചെറിയ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ വില 790 തന്നെയാണ്. ഇപ്പോഴത്തെ വില 480 രൂപ. കോഫി ബ്രൗൺ. ഡെയിലി ജോലിക്ക് പോകുമ്പോഴോ അങ്ങനെ കാഷ്വൽ ആയിട്ടുള്ള ടൈമിലൊക്കെ ഇടാൻ പറ്റുന്ന സാരീസാണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ആ മുന്താണിയുടെ അറ്റം തന്നെയാന്ന് തോന്നുന്നു ബ്ലൗസ്. മനസ്സിലാകുന്നില്ല. അല്ല, മുന്താണിയുടെ അറ്റമല്ല, ഇതാണ് ബ്ലൗസ്. കോഫി കളർ കേട്ടോ, അല്ലെങ്കിൽ ചോക്ലേറ്റ് കളർ. ഇതും 790. ഇപ്പോഴത്തെ വില 450. ഗ്രേ ഷെയ്ഡ് കേട്ടോ, നല്ലൊരു ഡാർക്ക് ഗ്രേ ആണ്. ഇങ്ങനെ ഒരു ബോർഡർ വന്നിട്ട് മുന്താണി വന്നിട്ട് ഇങ്ങനെ, ഡെയിലി വെയർ ആയിട്ട് പറ്റുന്ന സാരീസ്. ബ്ലൗസ് വരുമ്പോൾ ദേ ഇങ്ങനെ വരും. ചെറിയൊരു സെൽഫ് പ്രിൻ്റ് ഒക്കെ ഉണ്ട്, ഡാർക്ക് ആഷ. ഇനി എല്ലാം ഇത് തന്നെയാണ്. ഒരു ദിവസം അങ്ങനെ അങ്ങ് പോട്ടേന്ന് ഓർത്തായിരിക്കും എടുത്തിരിക്കുന്നത്. 790, 450 ഒരേ മോഡൽ സാരീസേ. അത് ശരി, അങ്ങനെ വെക്കുന്നത് നന്നായി. കാരണം ഇതുണ്ടോ, ഇതും പൊട്ടിക്കുന്ന ഞാൻ പൊട്ടിക്കുന്ന ഞാനാണ് കാണിക്കാൻ വേണ്ടി തന്നെ പൊട്ടിക്കുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇത് അത്രയ്ക്ക് പുത്തൻ സാരിയാണെന്നാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതാണ് മുന്താണിയെ. ഇതിന് ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ്. അതിൽ കൂടെ ഒരു ചെറിയ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഒരു വാടാമല്ലിയുടെ ഒക്കെ ഒരു ഡിസൈൻ പോകുന്നുണ്ട്. കണ്ടോ, മുന്താണിയെ കണ്ടോ, ചെറിയൊരു കുഞ്ഞിക്ക ഗ്ലോ ഒക്കെ ഉണ്ട്. ഇതാ ബ്ലൗസ്. ഇത് കണ്ടോ, ഇതൊരു ഹാൻഡ്ലൂം കോട്ടൻ്റെ സിൽക്കി മറ്റേ
ഓ, സിൽക്കി കോട്ടയോ എന്നാണ് അതിൻ്റെ പേര്, ആവശ്യം വരുമ്പോൾ പേരും കിട്ടത്തില്ല. അങ്ങനെ ഒരു ഇത് വരുമല്ലോ, ആ സ്റ്റഫാണ്. നെറ്റ് കോട്ടയല്ല, സിൽക്കി കോട്ടയോ, എന്നതാണോ അതാകട്ടെ സ്റ്റഫ്. ഒരു മണ്ണിൻ്റെയൊക്കെ കളറ്, അങ്ങനത്തെ ഒരു കളറ്. എന്താണ് ഇന്ത്യ, ഞാൻ പൊട്ടിക്കാൻ കഴിയുന്നുണ്ട്. അടിഭാഗം പൊട്ടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നിർത്തി പിടിച്ചത്. കാരണം എന്താണെന്നറിയോ, ആ ഫോൾഡിങ് മുമ്പേ കണ്ടതാണ്. അതിൻ്റെ കളർ ചേഞ്ച് ഉള്ളത്. ഇത് മുന്താണി, ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ. ഇതിൻ്റെ ഇപ്പം ചിലരുടെയൊക്കെ മനസ്സിൽ നീളം വീതം വണ്ണം അങ്ങനെ നമ്മൾ ഓരോ സാരിയുടെ അങ്ങനെ നടക്കത്തില്ല. നമുക്ക് അങ്ങനെ ഓരോ സാരി ലെങ്ത് ഇങ്ങനെ ഇപ്പം തന്നെ കണ്ടില്ല, ഇത് പലതും ഇങ്ങനെ ത്രെഡ് വെച്ച് കെട്ടി അതിൻ്റെതായ ഫോൾഡിങ്ങിലൊക്കെ വരും. നമ്മൾ ഓരോന്നും അഴിച്ചഴിച്ച് അതിൻ്റെ അളവ് എടുത്ത് നോക്കുക നമുക്ക് സാധിക്കുന്നില്ല. സാധാരണ ഒരുമാതിരിപ്പെട്ട സാരിയെല്ലാം 5++ എന്ന് പറഞ്ഞാൽ വരുന്നത്. അതായത് 5 മീറ്ററും ++, അതായത് അത് 5.80 ഉള്ളത് കാണും, 5.90 ഉള്ളത് കാണും, 5.5 ഉള്ളത് കാണും. അത് പ്ലസിൻ്റെ എണ്ണം കൂടുന്തോറും അതിൻ്റെ മീറ്ററിൻ്റെ ലെങ്ത് കൂടും. അങ്ങനെയാണ് നമ്മൾ അങ്ങനെ സാരീസ് വരുന്നത് കേട്ടോ. നമുക്കല്ലാതെ ഇത് ഓരോന്നിൻ്റെ ഇത്ര മീറ്റർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ അറിയത്തില്ല, പറയാൻ പറ്റത്തുമില്ല, അത് സാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു തുണിക്കടയിലുള്ള മുഴുവൻ സാരി അഴിച്ച് നോക്കി എനിക്ക് ലെങ്ത്തും വിടുത്തും അളന്ന് നോക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പം അടുത്ത കാണിക്കാം. അടുത്ത സാരി ഇതാണ്. ഇനിയിപ്പോൾ ആ ടൈപ്പ് സാരി തീരുന്നു. ഇതിപ്പോൾ ഒരു സോഫ്റ്റ് ജോർജറ്റിൻ്റെ ഒരു സോഫ്റ്റ് ക്രേപ്പ് ജോർജറ്റ് എന്ന് പറയത്തില്ല കേട്ടോ, ഒരിക്കലും ക്രേപ്പ് ജോർജറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ക്രേപ്പ് ജോർജറ്റിന് നല്ല 1000 എബോ. എൻ്റെ ഇടയ്ക്ക് തലമുടി ഇങ്ങനെ ഇട്ട് നോക്കാൻ പോലും ഇവർ ക്യാമറ ഓണാക്കി നിൽക്കുമെന്ന് അറിയില്ലല്ലോ. പിന്നില്ലേ, ഇത് ക്രേപ്പ് ജോർജറ്റ് അല്ല, ക്രേപ്പ് ജോർജറ്റിനോട് സാമ്യത തോന്നുന്നൊരു സാരി. അതുപോലെ ഇങ്ങനെ നമുക്ക് പറ്റി കിടക്കും കേട്ടോ, നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന ഒരു ടൈപ്പ്. ഇത് വരും മുന്താണി. ഞാൻ തിരിച്ചാണ് കാണിക്കുന്നത് അല്ലേ കേട്ടോ. താഴത്തെ ബോർഡർ വരുമ്പോൾ ഇങ്ങനെ ഇടാൻ നല്ല സുഖം കേട്ടോ, ഉടുത്തോണ്ട് പോകാനൊക്കെ നല്ല സുഖം, നല്ല ബോഡിക്ക് നല്ല ഒതുക്കമൊക്കെ തോന്നും. പക്ഷേ ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ലൊരു രസമുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതാണ്ട് അതല്ലേ, ബ്ലൗസാ ഇത് മുന്താണിയല്ല. ഇത് ഒരു മുന്താണി കണ്ടോ, താഴത്തെ ബോർഡർ തന്നെ ഫ്ലോറൽ പ്രിന്റ്, നല്ല രസമാണ്. ഡെയിലി യൂസിന് നല്ലതാ. ചുമ്മാ സാരി. പണ്ടൊരിക്ക് ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങിയ കാലത്ത് ഉള്ളൊരു പേരായിരുന്നേ, ചുമ്മാ ഉടുക്കുന്ന സാരിക്ക് ചുമ്മാ സാരി എന്ന് പറയും. എന്നിട്ട് അങ്ങനെ പേര് വിളിക്കും. എന്നിട്ട് എല്ലാവരും വിളിച്ച് വയ്ക്കുന്ന വിദ്യ പറഞ്ഞ ചുമ്മാ സാരി. ആ സാരിയുടെ തന്നെ അടുത്ത കളർ കേട്ടോ, 2 കളറുണ്ട്. ആ സാരിക്ക് മാത്രം 2 കളറുണ്ട്. ഇങ്ങനെ വരും, ഇവിടെ വരും, ഇത് ഒരു മിനിറ്റ്. ഇത് കണ്ട നല്ല ഉണ്ടല്ലോ. ഇത് മെറൂണാന്ന് തോന്നുന്നു, മെറൂണും ഈ ഒരു ബ്രിക്ക് കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സൈസ് കളറാണ്. നല്ല രസം കേട്ടോ ഈ 2 കളർ. ആ വയലറ്റ് ആണെങ്കിൽ നല്ല രസമാണ്. ഇതൊരു സുഖം, നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് സാരി. അയ്യോ, ഞാൻ ഈ ഒരു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതിനാകെ ഈ ഒരു 2 പീസേ ഉള്ളൂ കേട്ടോ. ഒരു കാര്യമുണ്ട്, ഇങ്ങനെ നമ്മൾ വീഡിയോയിൽ പറയുമ്പോൾ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. നമ്മളിത് കണ്ടോണ്ടല്ലേ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കിനും കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് എടുക്കുന്നതായിരിക്കും. അത് തന്നെ ചോദിക്കും. ഇതുണ്ടോ താഴത്തെ ഇത് നല്ല രസമുണ്ട്. സാരി ഉടുക്കാനൊക്കെ നല്ല സുഖമാണ്. സാരി ഫോള് വെക്കണം കേട്ടോ. സാരി ഫോള് വെച്ചിട്ട് ഉടുത്താൽ ഒത്തിരി ഭംഗിയായിരിക്കും. ഇത് 400 വിലയില്ല ഇപ്പൊ നോക്കിയത്. ചുമ്മാ പ്ലെയിൻ സാരി കേട്ടോ. പ്ലെയിൻ സാരി അല്ലെന്നേ, എന്നാ ബോർഡർ ഇല്ലാത്ത സാരി, ഒരുപോലെ ഇങ്ങനെ ബോഡി ഫുള്ള് ഇങ്ങനെ ഇരിക്കുന്ന സാരി കണ്ടോ. അതായത് ഒന്നുമില്ല, എന്ത് കളറെന്ന് എനിക്ക് പറയാനേ അറിയത്തില്ല. ഒരു കോഫിയുടെ ഒരു കളർ എന്നിട്ട് നിറച്ചു ഇങ്ങനെ പ്രിന്റ്. ഇത് വെച്ച് നല്ല ആർക്കരി ചുരിദാറൊക്കെ തയ്ക്കാം. ഒറ്റ പീസേ ഉള്ളൂ, ഒരേ ഒരു പീസ് ഉള്ളി. 590 രൂപ. അല്ലേ, ഇതിപ്പോ ഡിസ്കൗണ്ട് റേറ്റ് ആണോ ഈ കിടക്കുന്നത്? സ്ക്രീനെ എഴുതി കാണിക്കാം കേട്ടോ, എനിക്കിത് മനസ്സിലാകുന്നില്ല. ഇതിനിപ്പോൾ ഇതിൻ്റെ വില ഇടണ്ടേ. ഇനിയുള്ള സാരി അങ്ങനെ തന്നെ കേട്ടോ. സാരി ഫുള്ള് ഇങ്ങനെ തന്നെ ആയിരിക്കും. അതിൻ്റെ വേറെ എന്നാ പറയുന്നത്, ബോർഡറോ മുന്താണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഉണ്ടല്ലോ,
ഞാൻ പറഞ്ഞിട്ട് ഒരു സമയത്ത് ഇങ്ങനത്തെ സാരിക്ക് ഭയങ്കര ഹിറ്റായിരുന്നു. ഇങ്ങനത്തെ സാരികൾ ഞാനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും പറയുകയാണെ, നല്ലൊരു പേളുമാലയും കൂടെ ഇട്ട് ഇങ്ങനത്തെ സാരികൾ കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ വേറൊരു ലുക്കാണ്. ഞാൻ പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ, സിനിമ കുറച്ചായത് പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന സിനിമയില്ലേ, അങ്ങനെയാണ് സിനിമയുടെ പേര്. പ്രാഞ്ചിയേട്ടൻ്റെ ആ സിനിമയ്ക്ക് അത് പ്രിയാമണി കൊടുക്കുന്ന സാരികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചുമ്മാ സിമ്പിൾ സാരിയാണ്, പക്ഷെ എന്നാ രസമാണോ. ആ സാരി കണ്ടിട്ട് ഞാൻ ഇങ്ങനത്തെ സാരികളുടെ ആരാധികയായിട്ട് മാറിയിട്ട് ഞാൻ ആ ഒരു സമയത്ത് സാരി കൊടുക്കത്തൊന്നുമില്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, അന്നൊക്കെ ജോലിയായിരുന്നു, ഇങ്ങനെ ബിസിനസ്സും കാര്യങ്ങളൊന്നും അല്ല. എത്ര വർഷങ്ങൾക്ക് മുന്നേ പ്രാഞ്ചിയേട്ടൻ ഇറങ്ങിയിട്ട്, എന്തുകൊണ്ട് എനിക്ക് ഒത്തിരി പ്രായമൊന്നും ഇല്ലല്ലോ, ചെറിയ പ്രായത്തിലെ കാര്യം പറയുന്നത്. അന്നേരം ഉണ്ടല്ലോ കണക്ക് കൂട്ടണ്ട, പിന്നെ പറഞ്ഞുതരാം. പിന്നെ ഇത് കൂട്ട് സാരി ഉണ്ടല്ലോ, എന്നിട്ട് നല്ല പേളുമാല ഇട്ട് കൊണ്ട് നോക്കിയത് ആർക്ക് ഇങ്ങനത്തെ ഇത് കൂട്ട് പേളുള്ള മാല, നല്ല മുഴുത്ത മുത്തുള്ള ഇട്ട് നോക്കി, നല്ല രസമായിരിക്കും. ഐഡിയ ഫ്രീ ആണേ, ഓക്കെ തയ്ച്ചാലും മതി എന്നല്ലേ മനസ്സ് വിചാരിച്ചോളൂ കുട്ടി. കുട്ടിയുടെ വിചാരം കുട്ടിക്ക്, എൻ്റെ വിചാരം എനിക്ക്. അരേ കുട്ടി, ഇത് അതിൻ്റെ തന്നെ വേറൊരു കളർ. ഇത് 2 പീസേ ഉള്ളൂ കേട്ടോ, വേറെ ഇല്ലേ. അതുകൊണ്ട് തീർന്നു പോയെന്ന് പറഞ്ഞാൽ അന്നേരം അടുത്ത സാരിയെ പിടിച്ചോണം. റേറ്റ് പറഞ്ഞല്ലോ അല്ലേ. അടുത്തത് ബാട്ടിക് പ്രിന്റ് വരുന്ന നേവി ബ്ലൂ. എൻ്റെ തലമുടി ഉണ്ടല്ലോ, നിങ്ങളൊക്കെ എല്ലാവരും ഓർക്കുമല്ലേ ഇത് കട്ട് ചെയ്തൊക്കെ ഇടുന്നതാണ്. അല്ല, പൊട്ടിപ്പോയതാ സത്യം. എനിക്ക് എന്നെ വിഷമമെന്ന് പറയാം. ആരൊക്കെങ്കിലും ഇതിനൊരു പൊട്ടിപ്പോയ മുടി വളരാനൊരു പ്രതിവിധി പറഞ്ഞു തരാമോ? എന്നെ പാടാൻ അഭംഗിയെ കഴിഞ്ഞ് എനിക്ക് മാനേജ് ചെയ്യാനുള്ള പാടാണ്. മുടി അഴിച്ചിട്ടാലും അത് പ്രശ്നം, മുടി വെട്ടി വെച്ചാലും പ്രശ്നം. ഓണത്തിനിടെ പൂട്ടുകച്ചവടം എന്ന് പറയുന്നത് സാരിക്കിടെ മുടിപ്പുരാണോ. നേവി ബ്ലൂ കളർ ബാട്ടിക് പ്രിന്റ്, ഒരു സിൽക്കി ജോർജറ്റ് സ്റ്റഫ്. ഇത് ഞാൻ ഓൺലൈനിൽ എന്തോരം കൊടുത്തിട്ടുള്ള സാരിയാണോ എൻ്റെ ദൈവമേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കളറൊക്കെ അങ്ങോട്ട് നല്ല ഡീപ്പ് കളറുകളാണ് ഇതിന് വരുന്നത്. ഇപ്പം നേവി ബ്ലൂ ആണ്, നേവി ബ്ലൂവിൻ്റെ ഡീപ്പ്. ഇതിനൊരു സിൽക്കി ജോർജറ്റ് ടൈപ്പാണ്. പക്ഷേ ഇനിയും കാണിക്കാൻ പോകുന്നത് ഞാൻ ഇവിടെ ഇരിക്കുന്ന ബാട്ടിക് പ്രിൻ്റാണ്. പക്ഷേ അത് സിൽക്കി അല്ല, നോർമൽ ജോർജറ്റാണ്. ഇത് കണ്ടോ, ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ വരും. ഇതിൻ്റെ വില ഇത് കണ്ടായിരുന്നോ വില കിടക്കുന്നത്? ആ മൊത്തം ഞൂർത്ത് വിട്ടു. ആരെ ഞൂർത്ത് വിട്ടേ? ഇതിൻ്റെ ശരിക്കുള്ള വില 890. ഇപ്പോഴത്തെ വില 590, 590. ഇനി ഇതും ബാട്ടിക് പ്രിന്റ് ആണ്, സെയിം ആണ്, പക്ഷെ ജോർജറ്റ് ആണ്. നമ്മുടെ ക്രേപ്പ് ജോർജറ്റ് ഇങ്ങനത്തെ ഈ ഒരു സ്റ്റഫ് വരുന്ന സാരീസ് ധാരാളം 1790 രൂപ, 1890 രൂപ അങ്ങനത്തെ റേറ്റിലായിരുന്നു. ഇത് പ്യുവർ ക്രേപ്പ് ജോർജറ്റിൽ. ഇത് പ്യുവർ ക്രേപ്പ് ജോർജറ്റ് അല്ല, ക്രേപ്പ് ജോർജറ്റിന്റെ കോപ്പി അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിപ്ലിക്ക. എന്തോരം വിറ്റ സാരി എന്നറിയാമോ ഇതൊക്കെ? ഇതിൻ്റെ ഡാർക്ക് മെറൂൺ, ബ്ലാക്ക്, ഇതിൻ്റെ ക്രേപ്പ് ജോർജറ്റ് ഒറിജിനൽ. അത് ചുരിദാറെ വന്നാലും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, ഭയങ്കര നല്ലതാണ്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞിട്ട് ഉറപ്പായിട്ടും ഇതുവരെ സാരി ഫോൾ വെച്ച് കൊടുക്കാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ സാരി ഫോൾ വെച്ചേ ഇതിന് ഒരു 25 രൂപ 30 രൂപ കൊടുത്തൊരു സാരി ഫോൾ വെക്കാനാണോ പാട്? എന്നിട്ട് കൊടുക്കുക, വേറൊരു ലുക്കാവും. ഈ വിലയ്ക്ക് കിട്ടുന്ന സാരി അതൊന്നും തോന്നുകയില്ല. ഇതിപ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് 890 ആണ് ഇതിൻ്റെ ശരിക്കുള്ള റേറ്റ്. ഇനി അതിൻ്റെ തന്നെ ബ്ലാക്ക്, ഇതിൻ്റെ റേറ്റ് 3ന് 1 തന്നെയാണ്. മാംഗോ പ്രിൻ്റ് ഒക്കെ ആയിട്ട്. അല്ലല്ലേ, മാംഗോ പ്രിന്റ്, ഡാർക്ക് ബ്ലാക്ക്, അതിൻ്റെ കൂടെ ഇങ്ങനെ ബാട്ടിക് പ്രിന്റ്, ബ്ലൗസ് വന്നിട്ട് ഇതുണ്ട് ഇങ്ങനെ. ഒറ്റ സാരിയും കൂടെ ഉണ്ട്. മുമ്പേ കാണിച്ച റെഡ് തന്നെ ഡിസൈൻ വ്യത്യാസപ്പെട്ട്. എല്ലാം ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ, ഒറ്റ പീസേ ഉള്ളൂ. അപ്പോൾ ചിലരൊക്കെ ഈ റിഡക്ഷൻ സൈഡ് വരുമ്പോഴത്തേനും 5-8 സാരി അങ്ങ് വാങ്ങിക്കും. അപ്പോഴത്തേനും എന്നായിരുന്നു പറയുക, ഇത് പെട്ടെന്ന് അങ്ങ് തീരും. നിങ്ങൾ വീഡിയോ കാണിച്ചിട്ട് 10 മിനിറ്റ് അല്ലേ ആയുള്ളൂ, 15 മിനിറ്റ് അല്ലേ ആയുള്ളൂ, ഇത്ര പെട്ടെന്ന് തീർന്നോന്നും പറഞ്ഞ് ദേഷ്യപ്പെടും. ദേഷ്യം വരും, എനിക്കും വരുന്നേ. എന്താണ് ഇങ്ങനെ നല്ലല്ലേ? ഇന്ന് ഞങ്ങളുടെ അക്കരപ്പള്ളിയിലല്ല, ലോകം മുഴുവൻ 8 നോമ്പ് തീരുന്ന ദിവസമാണ്. അപ്പോൾ എനിക്ക് എല്ലാ വർഷവും അക്കരയമ്മയ്ക്ക് ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പ്രഷ്യസാണെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ, നേർച്ച ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞൊരു, ഞങ്ങളുടെ ഇവിടെയൊക്കെ കൊഴുക്കട്ട എന്നാണ് പറയുന്നത്, അങ്ങനെ നേർച്ച കൊടുക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇപ്പോഴും മനസ്സ് അങ്ങോട്ടായിരിക്കുന്നത്, വീട്ടിലേക്ക് പോകണം, അതുണ്ടാക്കണം.
3 മണിക്ക് മുന്നേ 4 കുർബാനയ്ക്ക് മുന്നേ അത് കൊണ്ടുപോയി പള്ളിയിൽ എൻ്റെ അക്കരമ്മയ്ക്ക് കൊടുക്കണം, എൻ്റെ കാഞ്ഞിരപ്പള്ളിക്കാർക്ക് മൊത്തം കിട്ടണം. അത് കിട്ടുന്നവർക്കെല്ലാം നല്ല നല്ല പൂർണ്ണ ആരോഗ്യം ഉണ്ടാകണം. ഇങ്ങനെയൊക്കെ എൻ്റെ ഭയങ്കര ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെ കേട്ടോ. ഞാൻ വലിയ ഇതിലൊന്നും പറയുന്നല്ല, അങ്ങനെയൊന്നും ആരും ധരിക്കരുത് കേട്ടോ. ഞാൻ ഈ വായി വരുന്ന ഗോതയ്ക്ക് പാട്ടെന്നുള്ള രീതിക്കൊന്നും പറയുന്ന. ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോഴേ നമുക്ക് പറയാൻ ഇങ്ങനെ എന്നാ പറയുക, നമുക്ക് പറയാൻ പറ്റുന്നവരോടല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അക്കരമ്മയോട് പോയി പറയും. കാഞ്ഞിരപ്പള്ളിക്കാർക്ക് അക്കരയമ്മ എന്ന് പറയുമ്പോൾ ആരാന്ന് അറിയാം. അത്രയ്ക്ക് ഈ ജാതി മതഭേദമന്യേ എല്ലാവരുടെയും അമ്മയും അക്കരയമ്മ, അക്കരപ്പള്ളിയിലെ അമ്മ. ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടോ ചിലരെങ്കിലും? വർത്താനം പറയാനും ഒക്കെ ഒത്തിരി ആഗ്രഹമുള്ള ഒരാൾ വർത്താനം പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ. അപ്പോൾ കിട്ടുന്ന അവസരം പാഴാക്കാതെ വർത്താനം പറഞ്ഞുകൊള്ളുക, എനിക്കതേ പറയാനുള്ളൂ. എല്ലാം നമുക്ക് വേണ്ടിയിട്ട് ഒന്നും കാത്തു നിൽക്കത്തില്ല. നാളെന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ടിരുന്ന ഒന്നും നടക്കത്തില്ല. എല്ലാം ഇപ്പോഴേ ചെയ്ത് തീർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഡിസ്കൗണ്ട് സെയിലാണ്, റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വാങ്ങിക്കുന്നവർ വേഗം തന്നെ വാങ്ങിച്ചാൽ ഒന്നിച്ച് 4, 5, 6 ഒക്കെ വാങ്ങിച്ചോ. അപ്പോൾ നമുക്ക് വേഗം പരിപാടി എളുപ്പമാകും. താങ്ക് യു.